ഈ കോന്നിയിലെ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ജോസി ബാബു വീണ്ടും ചേരുന്നുണ്ട്. ജോസി, ഈ പോസ്റ്റ്മോർട്ടവും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപകടവുമായി നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരമാണ് നേരത്തെ ലഭിച്ചിരുന്നത്. ഉറങ്ങിപ്പോയതാണ്, റോങ് സൈഡ് കയറിപ്പോയതാണ് അപകട കാരണമെന്നുള്ളത്. പോലീസ് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് അപകടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ബോഡി അങ്ങോട്ട് കൊണ്ടുവന്നു ധന്യ, പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായും നടക്കുന്നുണ്ട്. പോലീസ് പ്രാഥമികമായും ആ സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളുടെയും അതോടൊപ്പം എതിർദിശയിൽ ഇടയാക്കിയ മറ്റ് വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും ഒക്കെയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് ആദ്യ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പന്റെ മൃതദേഹമാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. മൃതദേഹം പത്തനംതിട്ടയിലെ തന്നെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്കാണ് മാറ്റുന്നതെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം മറ്റ് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അനുവിൻ്റെ മൃതദേഹം ഇപ്പോൾ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ടുമുണ്ട്. എന്തായാലും ധന്യ സൂചിപ്പിച്ചതുപോലെ നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പോലീസ് പ്രാഥമികമായും പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ്. കാരണം വലിയ വളവോ മറ്റും ഉണ്ടായിരുന്ന സ്ഥലമല്ല, നേരെ മറിച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. ആ റോഡിൽ എതിർ ദിശയിലേക്ക് തെന്നി മാറി ഈ കാർ പോയി ഇടിക്കുകയായിരുന്നു. തീർത്ഥാടക വാഹനത്തിലുണ്ടായിരുന്ന ഏതാനും പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്ക് ഗൗരവതരത്തിലുള്ളതല്ല. പുലർച്ചെ ആയതിനാൽ നല്ല ഉറക്കത്തിലായിരുന്നു ആ വാഹനത്തിലുള്ള ആളുകൾ എല്ലാവരും. ഈ കാറിലുണ്ടായിരുന്ന 4 പേരിൽ 3 പേര്, എന്നാൽ 3 പുരുഷന്മാരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അനുവിനെ മാത്രമാണ് ഡോർ തുറന്ന് പുറത്തെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യം അനുവിനെ പുറത്തെടുത്ത ശേഷം കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുക, അവിടെ നിന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയുമായിരുന്നു. കഴിഞ്ഞ നവംബർ 30-ാം തീയതിയാണ് ഇവരുടെ വിവാഹം നടന്നത്. നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം നടന്നത്. വളരെ സന്തോഷത്തോടെ കുടുംബം അവരെ വിദേശത്തേക്ക് യാത്രയാക്കിയായിരുന്നു, വിനോദയാത്രയ്ക്ക്. അതിനുശേഷം അവരെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് ഇവരുടെയും പിതാക്കന്മാർ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയും പുലർച്ചയോടുകൂടി മടങ്ങിയെത്തുകയും വരികയും ചെയ്തത്. ഇതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 7 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അപകടമുണ്ടായതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രത്യേകിച്ച് ബിജുവിനും അതോടൊപ്പം ഈ കുടുംബാംഗങ്ങൾക്കൊക്കെ പരിചിതമായ വഴിയാണ്, ഈ സ്ഥലമാണ്. പക്ഷേ ആ സ്ഥലത്ത് ഇത്തരം ഒരു അപകടം ഉണ്ടാകാൻ റോഡിൻ്റെ പരിചയക്കുറവല്ല, നേരെ മറിച്ച് വണ്ടി ഓടിച്ചിരുന്ന ബിജു ഉറങ്ങിപ്പോയതാകാം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നേരത്തെ മന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ രാത്രിയും പുലർച്ചെയും ഒക്കെ വാഹനം ഓടിക്കുമ്പോൾ നാം പുലർത്തേണ്ട ഒരു ജാഗ്രത, ആ ജാഗ്രത കുറവുണ്ടായി എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. എന്തായാലും ഉടൻ തന്നെ ആ സമീപവാസി ഒരു പിതാവും മകനും റോഡിലിറങ്ങി ശബ്ദം കേട്ട് നോക്കിയപ്പോൾ തന്നെ ഈ അപകടമാണെന്ന് മനസ്സിലായി കൂടുതൽ പേരെ അറിയിച്ചു. അവരാണ് ഫയർഫോഴ്സിനെ ഫോൺ വിളിച്ചു, പോലീസിനെ ജോസി, മറ്റൊരു കാര്യം, ഇവരുടെ പൊതുദർശനമൊക്കെ ഒരുമിച്ചാണോ, ഇല്ലെങ്കിൽ 2 വീടുകളിലായിട്ടാണോ, എങ്ങനെയാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്? അത്തരം കൂടിയാലോചനകൾ ബന്ധുക്കൾ നടത്തുകയാണ്. നാളെ പൂങ്കാവ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാരം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് ഒരേ പള്ളിയിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലേ? അതോടൊപ്പം തന്നെ ഈ ഇരു കുടുംബങ്ങൾ തീർച്ചയായും ഒരേ പള്ളിയിൽ അംഗങ്ങളായുള്ള കുടുംബങ്ങളാണ് ഇവർ. ദീർഘകാലമായി പരിചയമുണ്ട്. അങ്ങനെ ആ പരിചയത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവരുടെ വിവാഹം ആലോചിക്കുകയും വിവാഹം നടക്കുകയും ഒക്കെ ചെയ്തത്. അതിൽ പങ്കെടുത്ത ആളുകളുടെയൊക്കെയും പ്രതികരണങ്ങൾ നമ്മൾ അല്പം മുമ്പ് പങ്കുവച്ചിരുന്നു. ഏറെ സന്തോഷത്തോടെ ആ വിവാഹ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ തളം കെട്ടിക്കിടക്കുന്ന അന്തരീക്ഷത്തിൽ ഈ മോർച്ചറിക്ക് മുൻപിൽ അവരുടെ ചേതനയേറ്റ മൃതദേഹങ്ങൾ അവസാനമായി കാണുവാൻ എത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും പൊതുദർശനം മറ്റ് ക്രമീകരണങ്ങളും ഒക്കെയും കുടുംബം ആലോചിക്കുന്നുണ്ട്. സ്വാഭാവികമായും 4 പേരുടെയും പൊതുദർശനം ഒരുമിച്ച് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. കാരണം ഇരു കുടുംബങ്ങളും അടുത്ത സുഹൃത്തുക്കളും കുടുംബ സുഹൃത്തുക്കളായിരുന്നു. പിന്നീടാണ് ഇവർ വിവാഹബന്ധത്തിൽ ഇവരുടെ മക്കളുടെ വിവാഹബന്ധത്തിലൂടെ കൂടുതൽ ബന്ധം ദൃഢമായത്. സ്വാഭാവികമായും പള്ളി അംഗങ്ങളും മറ്റു കുടുംബാംഗങ്ങളും ബന്ധുക്കൾക്കുമൊക്കെയും ഇരു കുടുംബങ്ങളെയും അറിയാവുന്ന ആളുകളാണ്. അതോടൊപ്പം അല്പം മുമ്പ് MLA സംസാരിച്ചപ്പോൾ MLA കഴിഞ്ഞ 30-ാം തീയതി വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ അനുവിൻ്റെ പിതാവ് ബിജു ജോർജിൻ്റെ ക്ഷണപ്രകാരമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും അങ്ങനെ ഈ ആളുകൾക്കൊക്കെ നേരിട്ട് അറിയാവുന്ന കുടുംബങ്ങളാണ്. അതോടൊപ്പം തന്നെ ഏറെ നാളായി പരിചയമുള്ള കുടുംബങ്ങൾ. അതോടൊപ്പം ആ നിലയ്ക്കൊക്കെയും കൂടുതൽ ആളുകൾ ഇവരുടെ ഈ മരണവാർത്ത അറിഞ്ഞ് ഈ ആശുപത്രിയിലേക്കും മോർച്ചറിയിലേക്കും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും
നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന കാര്യം പുലർച്ചെ 4 മണിക്കും 4:30ക്കും ഇടയിൽ ഏകദേശം 4 കൂടി തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന് ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ആളുകൾക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ഗൗരവതരത്തിലുള്ള പരിക്കായിരുന്നു ഈ മരണപ്പെട്ടവർക്ക് സംഭവിച്ചത്. കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 4 പേർക്കും ഗൗരവതരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെന്നും രക്ഷപ്പെടുത്തി എടുക്കുവാൻ കഴിയാതെ പോയതെന്നാണ് പറയുന്നത്. വലിയ രക്തം മാറുന്ന തന്നെ 3 പേർ പുരുഷന്മാരും അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ പാതയിൽ നേരത്തെ തന്നെ പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ 4 പേരുടെ മരണത്തിലിടയാക്കിയ ഒരു സംഭവം ആദ്യമായാണ് എന്നാണ് നാട്ടുകാരും രാവിലെ തുടക്കത്തിലെ രക്ഷാപ്രവർത്തനം നടത്തിയ അവര് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ അവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റോഡിന് കാര്യമായിട്ടുള്ള പ്രശ്നം അവിടെയുണ്ടോ? എന്താ അപാകതയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്? ആ ഭാഗത്ത് മാത്രം അപകടം ഉണ്ടാകാനുള്ള കാരണം എന്തായിട്ടാണ് പറയുന്നത്? ധന്യ, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ പല അപകടങ്ങളിലെ റോഡിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അപാകതകളൊക്കെയും നമ്മൾ ചർച്ച ചെയ്തതാണ്. അത്തരത്തിൽ ഈ റോഡും വലിയ ശബരിമല തീർത്ഥാടന കാലത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന റോഡാണ്. പക്ഷേ കാര്യമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ റോഡിലും ഇല്ല എന്നുള്ള ആക്ഷേപമായി പലരും പറയുന്നുണ്ട്. കൂടാതെ കൃത്യമായ ക്യാമറ സംവിധാനങ്ങളില്ല, പലയിടത്തും വളവുകൾ നിവർത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ അപകടം നടന്ന പ്രത്യേക പ്രദേശം വളരെ സ്ട്രെയിറ്റായ റോഡാണ്. അവിടെ അത്തരത്തിലുള്ളൊരു കൊടും വളവോ മറ്റ് അപകട സാധ്യത കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികളോ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളോ ഇല്ല. നേരെ മറിച്ച് ഈ വാഹനം കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാവാം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത്. ദിശ മാറി വാഹനം കാർ ആംബുലൻസിലേക്ക് ക്ഷമിക്കണം കാർ അയ്യപ്പ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാൻ ഇടയാക്കിയത്. എന്തായാലും റോഡ് സംബന്ധിച്ച ആക്ഷേപങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഈ അപകടം നടന്ന പ്രത്യേക പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ആളുകൾ പങ്കുവെക്കുന്ന വിവരം. ജോസി, ഇപ്പം അനുവിന്റെ മൃതദേഹം ഇപ്പം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഏതാണ്ട് എത്ര മണിയാവും എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിയാൻ? ധന്യ, ഒരു 11:30 മണിയോടുകൂടി 4 മൃതദേഹങ്ങളും വിട്ടുകൊടുക്കാൻ കഴിയുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. രണ്ടാമത്തെ മൃതദേഹവും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്.